Hi dudes! Technical video എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് Motorola One Fusion Plusന്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സമയങ്ങളുണ്ട്, ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ഇതാണ് Motorola One Fusion Plusന്റെ ബോക്സ്. ബോക്സിന്റെ കളർ വരുന്നത് ഡാർക്ക് ബ്ലൂ കളറിലാണ് ബോക്സ് വരുന്നത്. ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ബോക്സിൽ എഴുതിയേക്കുന്നത് 6GB 128GB വാറന്റി നമ്മൾ എടുത്തേക്കണേ. മൂൺ ലൈറ്റ് വൈറ്റ് കളറാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ സൈഡിലേക്ക് വരാണെങ്കിൽ Motorola എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് നമുക്ക് പോകാം. ബാക്ക് സൈഡിൽ വരുന്ന മെയിനായിട്ട് 64 മെഗാപിക്സൽ ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസ് പ്ലസ് നൈറ്റ് വിഷൻ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 730G ആണ് യൂസ് ചെയ്തേക്കുന്ന പ്രൊസസ്സർ. പിന്നെ ബാറ്ററി ലൈഫിൻ്റെ കേസാണ് മെയിനായിട്ട് പറയുന്നത്. ഡേ ഓഫ് ബാറ്ററി ലൈഫ് പ്ലസ് ടർബോ പവർ ചാർജിങ്. ഇത്രയും കേസസ് ആണ് ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കണേ. നമുക്ക് എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമ്മൾ Motorola One Fusion Plus ആണ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഫോൺ എടുത്തിട്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു TPU കേസ് ഓൾറെഡി അവർ വെച്ചിട്ടുണ്ട്. TPU കേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് TPU കേസിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോക്കാം. ഓക്കെ, ഇപ്പോൾ TPU കേസ് ഒരു നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള TPU കേസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തേക്കണേ. ട്രാൻസ്പാരൻറ്റ് TPU കേസാണ്. നമുക്കിത് മാറ്റി വെച്ചിട്ട് ബോക്സിൽ എന്തൊക്കെ ഇനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഒരു സിം ഇജക്ഷൻ ടൂളാണ്. അതുപോലെ തന്നെ പേപ്പർ വർക്ക്സ് ഐറ്റംസ് ഒക്കെയാണ്. ചാർജർ എത്ര വോൾട്ടേജാണ് നമുക്ക് നോക്കി നോക്കാം. ചാർജർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഒരു 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ USB Type-C കേബിളാണ് പ്രൊവൈഡ് ചെയ്തേക്കണേ. ഇത്രയും കേസസാണ് ബോക്സിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ Motorola One Fusion Plus. ഫസ്റ്റ് തന്നെ കാണാണെങ്കിൽ നല്ല ലുക്കായിട്ട് തന്നെയാണ് ഫോൺ വരുന്നത്. വൈറ്റ് കളർ, നല്ല അടിപൊളി വൈറ്റ് കളർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തേക്കണേ. നമുക്കപ്പോൾ ഈ പ്ലാസ്റ്റിക് റാപ്പൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഫോൺ എങ്ങനെയുണ്ട് ഓവറോൾ നമുക്ക് നോക്കി നോക്കാം. ആദ്യം നമുക്ക് ബിൽഡ് ക്വാളിറ്റി നോക്കാം. അതുപോലെ തന്നെ വെയിറ്റ് ഒന്നും വരുന്നത് 210 ഗ്രാംസാണ് ഇതിന് വെയിറ്റ് വരുന്നത്. ബട്ട് വെയിറ്റ് ബാലൻസിംഗ് ഒക്കെ പക്കയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വെയിറ്റ് അത്ര ഫീൽ ചെയ്യണില്ല. 210 ഗ്രാം വെയിറ്റ് ഒന്നും തോന്നണില്ല. ഒരു 170 180 ഒക്കെ തോന്നുന്നുള്ളൂ. നൈസായിട്ട് തന്നെ വെയിറ്റ് ബാലൻസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഒക്കെ വരുന്നത്. പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നോക്കുന്നത് 3.5 ഹെഡ് ജാക്കാണ് പ്രൊവൈഡ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഒരു മൈക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു USB Type-C ആൻഡ് സ്പീക്കർ ഗ്രിൽസാണ് പ്രൊവൈഡ് ചെയ്തേക്കണേ. ഈ സൈഡിലേക്ക് വരുമ്പോൾ പ്ലെയിൻ ആയിട്ടാണ്, ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇവിടേക്ക് വരുമ്പോൾ ഇതിൻ്റെ കൂടെ വോളിയം റോക്കേഴ്സും അതുപോലെ തന്നെ പവർ ബട്ടൺസൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തേക്കണേ. ടോപ്പ് സൈഡിലേക്ക് വരുമ്പോൾ 16 മെഗാപിക്സലിൻ്റെ ഒരു പോപ്പപ്പ് ക്യാമറ ആണ് പ്രൊവൈഡ് ചെയ്തേക്കണേ. അതുപോലെ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണും നമ്മുടെ സിം ട്രെയും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കേസസാണ് പോർട്സ് ആൻഡ് ബട്ടൺസിലേക്ക് വരുമ്പോൾ. ഫസ്റ്റ് നമ്മുടെ Motorola One Fusion Plusൻ്റെ ഡിസ്പ്ലേ നോക്കി നോക്കാം. 6.5 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് പ്രൊവൈഡ് ചെയ്തേക്കണേ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. കളേഴ്സൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഡിസ്പ്ലേ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ആണ്, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. നമുക്കിനി നോക്കാവുന്ന കേസ് ഇതിൻ്റെ ക്യാമറയാണ്. ഇതിന് പ്രൊവൈഡ് ചെയ്തേക്കുന്ന ക്യാമറ ഒരു കോഡ് ക്യാമറയാണ്. 64 മെഗാപിക്സൽ മെയിൻ ക്യാമറയും അതുപോലെ തന്നെ 8 മെഗാപിക്സൽ ക്യാമറ, 5 മെഗാപിക്സൽ ക്യാമറ ആൻഡ് 2 മെഗാപിക്സൽ ക്യാമറ. ഇങ്ങനെ ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് പ്രൊവൈഡ് ചെയ്തേക്കണേ. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഒരു പോപ്പപ്പ് ക്യാമറ ആണ്. നമുക്ക് ക്യാമറ ആപ്ലിക്കേഷൻ എടുത്തിട്ട് ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. പോപ്പപ്പ് എങ്ങനെ വർക്ക് ചെയ്യണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. സ്ലോ ആണോ എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. നല്ല ഫാസ്റ്റായിട്ട് തന്നെ പോപ്പപ്പ് ക്യാമറ ഓണായി വരുന്നുണ്ട്. ഓക്കെ, വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നത് കാണാനില്ല. അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ക്യാമറ ഓണായി വരുന്നുണ്ട്. അപ്പോൾ ആ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് Motorola One Fusion Plusൻ്റെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കി നോക്കാം. എനിക്ക് വലിയ ഇഷ്യൂസ് ആയിട്ട് തോന്നുന്നില്ല. നല്ല ക്വാളിറ്റിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല കളേഴ്സൊക്കെ നല്ല ബൂസ്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. മൊത്തത്തിൽ അപ്പോൾ എനിക്ക് ഫ്രണ്ട് ക്യാമറ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യണത് ബാക്ക് ക്യാമറ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഫോക്കസ് ഒക്കെ എങ്ങനെ വരുന്നത് നോക്കാം. നല്ലൊരു ക്യാമറ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തേക്കണേ. കളേഴ്സൊക്കെ അത്യാവശ്യം ബ്രൈറ്റ് ആണ്. അപ്പോൾ എനിക്കത്ര ഇഷ്യൂസ് ഒന്നും തോന്നുന്നില്ല. നിങ്ങളെന്തായാലും ഒന്ന് നോക്കിയേക്കാം. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറയാം. നമുക്ക് Motorola One Fusion Plusൻ്റെ സെൻസേഴ്സൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടത് നോക്കാം. നമുക്ക് അതിനെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വെച്ച് നോക്കാം. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ലാഗ് ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഫേസ് സെൻസേഴ്സിൻ്റെ കേസ് ഒന്നും മെയിനായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് സെൻസർ മാത്രമാണ് വരുന്നതെന്ന് തോന്നണം. അതുപോലെ പോപ്പപ്പ് ക്യാമറ ആയതുകൊണ്ടായിരിക്കും ആ കേസ് അങ്ങനെ വരുന്നത്. നമുക്ക് നമ്മുടെ Motorola One Fusion Plusൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം.
നല്ലൊരു ഓഡിയോ ക്വാളിറ്റി തന്നെ നമ്മുടെ മോട്ടോറോള വൺ ഫ്യൂഷൻ പ്ലസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സൗണ്ട്സൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ കേൾക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ മോട്ടോറോള വൺ ഫ്യൂഷൻ പ്ലസിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. 730G ആണ് യൂസ് ചെയ്തിരിക്കുന്ന പ്രൊസസ്സർ. ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. 64 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് യൂസ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡ് ഒരു പോപ്പ് ക്യാമറയാണ് ഈ പ്രൊവൈഡ് ചെയ്തേക്കണേ. പിന്നെ പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഒരു 6.5 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് പ്രൊവൈഡ് ചെയ്തേക്കണേ. അലോങ് വിത്ത് ഒരു 5000 mAh ബാറ്ററിയും കൂടി ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കേസസാണ് സ്പെസിഫിക്കേഷൻസിൽ വരുന്നത്. നമ്മുടെ മോട്ടോറോള വൺ ഫ്യൂഷൻ പ്ലസ് ലേറ്റസ്റ്റ് ആയിട്ട് ഏതെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. ബോർഡ് ഫോണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ആൻഡ്രോയിഡ് 10 ലേറ്റസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണേ. ഇത്രയും കേസസാണ് മോട്ടോറോള വൺ ഫ്യൂഷൻ പ്ലസിൽ വരുന്നത്. മോട്ടോറോള വൺ ഫ്യൂഷൻ പ്ലസിൻ്റെ വേറൊരു മെയിൻ കേസ് പറയാനുള്ളത് ഗൂഗിൾ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ബട്ടണോട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോട്ടോറോള വൺ ഫ്യൂഷൻ പ്ലസ് നമ്മൾ എടുത്തേക്കുന്നത് 15,000 രൂപയ്ക്കാണ്. ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ സമയത്താണ് നമ്മൾ എടുത്തത്. നമുക്ക് പ്രൊഡക്റ്റ് എത്തിയത് ഇന്നായിരുന്നു. അതാണ് ചെറിയൊരു ലാഗ് വന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ ടൈമിൽ കറക്റ്റായിട്ട് വീഡിയോ ഇടാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇത്ര കേസസാണ് മെയിനായിട്ട് പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നത്. മോട്ടോറോള വൺ ഫ്യൂഷൻ പ്ലസിൽ ഞാൻ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് കണ്ടു. നിങ്ങളുടെ അടുത്ത് ഇത് പരിചയപ്പെടുത്താം. മോട്ടോ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ വൈഡ് റേഞ്ച് ഓഫ് കുറേ കേസുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ മോട്ടോ ആക്ഷൻസ് ആണ് നോക്കാൻ പോണേ. ഇതിൽ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഈ ഫാസ്റ്റ് ഫ്ലാഷ് ആണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രൈ ഇറ്റ് ഔട്ട് ചെയ്യാം. സിമ്പിളായിട്ട് നമ്മൾ ഫോണൊന്ന് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കറക്റ്റ് കാണിച്ചു തരും എങ്ങനെയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഫ്ലാഷ് ഓൺ ആവും, അതുപോലെ തന്നെ ഓഫ് ആവും. ഇതാണ് ഒരു പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഒരു ഫീച്ചർ. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ 3 ഫിംഗർ സ്ക്രീൻഷോട്ട്. ഇത് കുറേ എണ്ണത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു ഫീച്ചറാണ്. നമ്മൾ വെറുതെ 3 ഫിംഗർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ കണ്ട വേറൊരു ഫീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയത് മീഡിയ കൺട്രോൾസ് ആണ്. നമുക്ക് വോളിയം ബട്ടൺസ് വെച്ചിട്ട് മീഡിയ കൺട്രോൾസ് ഫുള്ള് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറൊരു ഫീച്ചർ ഞാൻ കണ്ടതാണ് പിക്കപ്പ് സൈലൻസ് എന്ന് പറഞ്ഞാൽ ഫോൺ നമ്മൾ ട്രൈറ്റ് ഔട്ട് നമുക്ക് ചെയ്ത് നോക്കി നോക്കാം. ഒരു ചെറിയൊരു അവരെങ്ങനെ പ്രോസസ്സ് എന്ന് പറഞ്ഞു തരുന്നതാണ്. ഫോൺ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സൈലൻറ്റ് ഓപ്ഷനിലേക്ക് ആക്കാൻ പറ്റുന്ന ഫീച്ചറാണ് പറഞ്ഞേക്കണേ. ഞാൻ ഒറ്റ ഫോണിൽ കാണാത്തൊരു ഫീച്ചറാണ് ഇത് പ്രൊവൈഡ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വേറെ കണ്ട ഫീച്ചേഴ്സാണ് ക്വിക്ക് ക്യാപ്ചർ എന്ന് പറയുമ്പോൾ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടേക്കാണ്, കാരണം പോപ്പപ്പ് ക്യാമറയാണ്, അതാണ് ഒന്ന് സൂക്ഷിക്കണം. അപ്പോൾ നമ്മളൊന്ന് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്യും. ഇങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ട് കണ്ടു. നിങ്ങളുടെ അടുത്ത് ഇത് പറഞ്ഞെന്ന് മാത്രം. നമ്മൾ മോട്ടോറോള വൺ ഫ്യൂഷൻ പ്ലസിൻ്റെ ഫസ്റ്റ് ഇംപ്രഷനാണ് നിങ്ങളിത് പറയാൻ പോണേ. നല്ലൊരു ഡിസ്പ്ലേ തന്നെ മോട്ടോറോള പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സൗണ്ട് സിസ്റ്റവും. ക്യാമറയുടെ കേസ് വന്നാലും നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. 64 മെഗാപിക്സൽ നല്ലൊരു ക്യാമറ. അതുപോലെ ഫ്രണ്ട് സൈഡിൻ്റെ പോപ്പപ്പ് ക്യാമറ സ്ലോ ആണെന്നാണ് വിചാരിച്ചത്, പക്ഷേ സ്ലോ അല്ല. അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെയുള്ളൊരു പോപ്പപ്പ് ക്യാമറയാണ് പ്രൊവൈഡ് ചെയ്തേക്കണേ. അതുപോലെ ടച്ചസൊക്കെ സ്മൂത്തായിട്ട് തന്നെ ടച്ചൊന്നും ഇഷ്യൂസൊന്നും വരുന്നില്ല, ലാഗ് ഇഷ്യൂസൊന്നും വരുന്നില്ല. 730G ആണ് യൂസ് ചെയ്തേക്കുന്ന പ്രോസസ്സർ. ഒരു 5000 mAh പവർഫുൾ ബാറ്ററി, കൂടെ നല്ലൊരു ഫാസ്റ്റ് ചാർജും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജും കൂടി പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഫോണാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ഫോൺ തന്നെ പറയാം. മോട്ടോറോളയുടെ ഭാഗത്തു നിന്നുള്ളൊരു നല്ല ഫോൺ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.